ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ SMP സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്പോൺ ആയതൊരു പ്ലെയിനിലാണ്. നമ്മൾ നേരത്തെ ഒരു വില്ലേജ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വില്ലേജ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കേ, അവിടെ ചെസ്റ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ട്, നമ്മുടെ ലോഗും ഉണ്ട്. അപ്പോ നമ്മൾ നേരത്തെ ഇവിടെ ഒരു ബെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സേവ് ഒന്ന് സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോ നമുക്കിനി വേണ്ടത് കുറച്ച് മരങ്ങൾ വേണം. അതേപോലെ നമുക്ക് മൈനിങ്ങിന് പോകണം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് മരങ്ങൾ വെട്ടിയിട്ട് വരാം. ഓക്ക് ഇത് ആവശ്യമുണ്ട്, കുറച്ചല്ല, അത്യാവശ്യം ആവശ്യമുണ്ട്. സെറ്റ് ആൻഡ് കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം മരം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കണം, മൈനിങ്ങിന് പോകണം. അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്കൊരു 20 ആക്കാം ലോഗ്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ 20 ലോഗായി. പിന്നെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അതിൻ്റെ മുകളിൽ ഇരിക്കും. അപ്പോൾ അത് നമുക്ക് എടുത്തുകൊണ്ട് വരാം. ഇതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരെ ഒരു വില്ലേജറിൻ്റെ വീട് കൈയെടുക്കാം. അതേ നടക്കൂ. നമ്മൾക്ക് പിന്നെ വീടുണ്ടാക്കാം. ഇപ്പോഴത്തേക്ക് നമുക്ക് വില്ലേജറിൻ്റെ വീട്ടിൽ താമസിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബെഡ് പൊളിക്കാം, എന്നിട്ട് നമ്മുടെ ബെഡ് പൊളിക്കാം. ഇവിടെ വില്ലേജറിൻ്റെ ബെഡ് കൊടുക്കാം, എന്നിട്ട് നമ്മുടെ ബെഡ് ഇവിടെ കൊടുക്കാം. എന്ത് പറയുന്നു? സെറ്റ്. അപ്പം നമ്മൾ കുറച്ച് സ്റ്റിക്സ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കി നമുക്ക് നേരെ ഒരു മൈനിങ് സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് സ്റ്റോൺസ് എടുക്കാം. എന്നിട്ട് നമുക്ക് അത് വെച്ച് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. അതാണ് നല്ലത്. നമുക്ക് ആവശ്യമുള്ളത് വുഡൻ പിക്കാക്സ് ആവശ്യമുണ്ട്. പിന്നെന്താ, ഒരു കത്തി എടുത്ത് വെച്ചേക്കാം. 60. ഓക്കെ, സെറ്റ്. ആൻഡ് വേറെ ആവശ്യമുള്ളതായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഇതുണ്ട്, ഇത് മാത്രം മതി. അപ്പം നമുക്ക് നേരെ മൈൻ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇവിടെ ആയിട്ടൊരു ഏരിയ കാണുന്നുണ്ട്. ഒരു വില്ലേജറിൻ്റെ വീട്ടിൻ്റെ ബാക്കിലായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങോട്ട് തുടങ്ങാം. ഫസ്റ്റ് ഞാനൊരു കോള് കിട്ടി. നമുക്ക് ഒരു ഗുഡ് സ്റ്റാർട്ടാണ്. പക്ഷേ കോള് എല്ലായിടത്തും കാണുന്നതുകൊണ്ട് അത്ര വിലയൊന്നുമില്ല ഈ കോളിന്. ഓക്കെ, നമുക്കിപ്പോൾ ഇതൊന്ന് ക്രാഫ്റ്റ് ചേർക്കാം. നമുക്ക് ഇനി വേണ്ടത് ഈ സ്റ്റോൺസാണ്. ഈ സ്റ്റോൺ വെച്ച് നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അയണൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേ അയണൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് കുഴിച്ച് ഡീപ്പിലേക്ക് പോകണം. ഓക്കെ, ഒരു സ്റ്റെപ്പ് ടൈപ്പ് സംഭവം ഉണ്ടാക്കിയായിരുന്നു. എന്ത് പറയുന്നു? അയൺ ചെയ്തു. മറ്റേ വുഡൻ പിക്കാക്സ് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ തോന്നുന്നു. നമുക്ക് സ്റ്റിക്കല്ലല്ലോ, ഇതായ സ്റ്റീലാണ്. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാനായിട്ട് എന്തോ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബേസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാൻ വേണ്ടി സംഭവം കണ്ടുപിടിച്ചു. നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. ഇവിടെ ഒരു സ്റ്റിക്ക്, പിന്നെ ഇവിടെ ഇടണം. പിന്നെന്താ, ഇവിടെ 3 കോബിൾ സ്റ്റോൺ വെക്കണം. ഓക്കെ, അത്രയും വേണ്ട, എന്നാലും
സെറ്റ്. ആൻഡ് നമുക്കിനി എന്തുണ്ടാക്കണം? സ്റ്റോൺ ആക്സ് ഉണ്ടാക്കിയേക്കാം. വെറുതെ എന്താ റിസ്ക് എടുക്കണം? ഓ നമുക്കിനി അതൊന്നും വേണ്ട. പിന്നെ ഹോ വേണ്ട. നമുക്ക് ഷവൽ ഉണ്ടാക്കിയാലോ? ഷവൽ ഓക്കെ. സ്റ്റിക്കൊക്കെ ഇതിന് പകരം നമുക്ക് കൊബിൾസ്റ്റോൺ എടുത്തേക്കാം. സെറ്റ്. ബുദ്ധി സെറ്റ്. നമുക്കിത് ഇവിടെ വെച്ചേക്കാം. പിന്നെ അയൺ സോഡ് ഉണ്ടാക്കാൻ, അയൺ സോഡാണത്. ഒരു സ്റ്റിക്ക് വയ്ക്കാം. പിന്നെ 3 എണ്ണം മതി, ഇത്ര മതി. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ കുറച്ച് കോള് കിട്ടി. പിന്നെ സ്റ്റോൺ വെച്ചുള്ള ആക്സും പിക്കാക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത സീരീസിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ അടുത്ത പോകേണ്ടത് ഇങ്ങോട്ടെന്ന് വെച്ചാൽ മൈനിലേക്കാണ്. ഇനി അയൺ പിക്കാക്സ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.